ആഹാരം അന്നപഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ചെറിയ ഘടകങ്ങളായി മാറും. അന്നപഥവും ദഹനഗ്രന്ഥികളും ചേർന്നതാണ് ദഹനവ്യവസ്ഥ. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ച്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി സലൈവറി അമിലേസ്. വായിൽ വെച്ച് അന്നജത്തെ ഭാഗികമായി മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി സലൈവറി അമിലേസ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന്. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനി. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് അന്നനാളം. ആഹാരം അന്നനാളത്തിലൂടെയും ചെറുകുടലിലൂടെയും തരംഗരൂപത്തിലുള്ള ചലനഫലമായി കടന്നുപോകുന്ന പ്രക്രിയ പെരിസ്റ്റാൾസിസ്. ആമാശയഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആമാശയരസം. ആമാശയരസത്തിലെ ഘടകങ്ങൾ ശ്ലേഷ്മം, പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന രാസാഗ്നി പെപ്സിൻ. പെപ്സിൻ ദഹിപ്പിക്കാത്ത പ്രോട്ടീൻ കെരാറ്റിൻ. ആമാശയത്തിലെത്തുന്ന ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായി pH ക്രമപ്പെടുത്തുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിന്റെ തൊട്ടു താഴെയുള്ള ചെറുകുടലിന്റെ ഭാഗം പക്വാശയം. ചെറുകുടലിന്റെ 3 ഭാഗങ്ങൾ ഡിയോഡിനം, ജജ്നം, ഇലിയം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസം. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം പിത്തരസം. പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ബിലിറൂബിൻ, ബിലിവിർഡിൻ. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയരസം. ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈം ലിപ്പേസ്. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആന്ത്രരസം. മനുഷ്യരിൽ ദഹിക്കാത്ത ആഹാരഘടകം സെല്ലുലോസ്. വൻകുടലിന്റെ 3 ഭാഗങ്ങൾ സീക്കം, കോളൻ, റെക്ടം. ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച്. ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ. പോഷകാംശം വലിച്ചെടുക്കുന്നത് ചെറുകുടൽ.